താജ്മഹലിനെതിരെ വ്യാജ ബോംബ് ഭീഷണി ഉണ്ടായി. താജ്മഹൽ തകർക്കുമെന്നാണ് ഭീഷണിയിൽ ഉണ്ടായിരുന്നത്. ആഗ്രയിലെ ടൂറിസം വകുപ്പിന് ഇമെയിൽ വഴിയാണ് സന്ദേശം ലഭിച്ചത്. വിനിത വിജി ടെലിഫോണിൽ ചേരുന്നു ഡൽഹിയിൽ നിന്ന്. വിനിത, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. വിനിത, എങ്ങനെയാണ് ഇത്തരമൊരു ഭീഷണി വന്നത്? അതിൻ്റെ പശ്ചാത്തലം എന്തായിരുന്നു? എസ് കെ, നമുക്ക് അറിയാവുന്നതുപോലെ നേരത്തെ തന്നെ ഈ വിമാനങ്ങൾക്കെതിരെയും പിന്നീട് ചില ഓഫീസുകൾക്കെതിരെയും ഒക്കെ സമാന രീതിയിലേക്കുള്ള വ്യാജ ബോംബ് ഭീഷണി സന്ദേശങ്ങൾ എത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ താജ്മഹലിനെതിരെയും ഇങ്ങനെയൊരു സന്ദേശം എത്തുന്നത്. ആഗ്രയിലെ ഈ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ഓഫീസിലേക്ക് ഇമെയിൽ വഴിയാണ് ഇങ്ങനെയൊരു സന്ദേശം ലഭിച്ചത്. ഈ സന്ദേശം ലഭിച്ചതിനെ തുടർന്ന് തന്നെ അവർ വിവരം പോലീസിനെ അറിയിക്കുകയും പോലീസ് സ്ഥലത്തെത്തി പരിശോധനകളൊക്കെ തന്നെ നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ പരിശോധനയിൽ ഈ സന്ദേശം വ്യാജമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ആ സന്ദേശത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ താജ്മഹൽ തകർക്കുമെന്നാണ് ഭീഷണിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. തുടർന്ന് ബോംബ് സ്ക്വാഡടക്കം അവിടെ എത്തുകയും അവർ വലിയ രീതിയിൽ തന്നെ അവിടെ പരിശോധനകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. തുടർന്ന് അത് വ്യാജ സന്ദേശമാണെന്ന് കണ്ടെത്തി. ഇനിയിപ്പോൾ ഈ വ്യാജ സന്ദേശം അയച്ച ആൾക്കെതിരെ അന്വേഷണം നടക്കുകയാണ്. അയാളെ കണ്ടെത്താനുള്ള നടപടികൾ പുരോഗമിച്ചു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. എസ് കെ.